ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? നമ്മൾ കുറച്ച് ദിവസങ്ങളോളായി എന്താ പറയാ, റസൂൽ പൂക്കുട്ടി, സജ്ന, അതുപോലെ ഇപ്പൊ ദിയാസനയും കൂടി കയറി വന്നിട്ടുണ്ട്. ഫിറോസ് എന്നിവരുടെ പ്രശ്നങ്ങള് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയും തോറും നിങ്ങൾക്കറിയാം, നാലാൾക്കാരും ഓരോരോ എന്താ പറയാ അലിഗേഷൻസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സജിന പറഞ്ഞത്, ദിയനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്കാണ് ആദ്യം ജസ്റ്റ് അറിയാത്തവർക്ക് കാണാത്തവർക്കുമായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ബാക്കി നോക്കാം. സംഭവം ചെയ്തിട്ട് ഒരു വ്യക്തിയെ, പ്രമുഖമായ ഒരു ഡയറക്ടറിനെ ഭീഷണിപ്പെടുത്തി 1.5 കോടി 2 കോടിയുടെ അടുപ്പിച്ചുള്ള ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ എന്നാണ് പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് വലിയൊരു പ്രമുഖമായ ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസറാണ്. അയാൾ പറയുന്ന, അയാൾ പേര് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ലണ്ടനിലൊക്കെ വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞു ആരെങ്കിലും ഒരാൾ കിട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ ഈ പുള്ളിക്കാരി കൊണ്ട് ഒരു ഹോട്ടലിൽ കൊണ്ടുവരും. അവിടെ വന്നിട്ട് ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തി. എനിക്ക് തോന്നുന്നു മറുനാടൻ ചാനലിലാണ് ഇവളുടെ അച്ഛൻ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരിയുടെ ഒരു നടിയുടെ ഒരു അച്ഛനെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഭിക്ഷ തെണ്ടിക്കൊണ്ട് നടക്കുന്ന ഒരു കൊച്ച്, അത് കൊച്ചിയിൽ, അത് ഈ പുള്ളിക്കാരിയുടെ അച്ഛനാണ്. ഇത്രയും തറയിൽ നടക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ 1.5 കോടി 2 കോടിയുടെ ഫ്ലാറ്റ് വരും? അക്കൗണ്ട് നിറച്ച് പൈസ എങ്ങനെ വരും? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചേട്ടാ ഇവരെല്ലാം. എനിക്ക് ആക്ച്വലി ഞാനല്ല ഈ പറഞ്ഞ കേസുകളൊന്നും ചെയ്യുന്നത്. ഇവരെല്ലാം ചെയ്തിട്ട് എൻ്റെ പേരിലോട്ട് അലിഗേഷൻ പിടിച്ചിടുക. ഞാൻ റസൂൽ പൂക്കുട്ടിയുടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ട് വാ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പോട്ടെ, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര ചെയ്ത്, പുള്ളിക്കാരൻ വന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ വന്ന് പറയണ്ടേ? ഇത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എടുത്തത് ഇവരല്ലേ ഇട്ടത്. അപ്പോൾ തെറ്റുകാരാണ് ചേട്ടാ. ഞങ്ങളെ ക്രൂശിച്ച് ഈ നാട്ടുകാരുടെ മുന്നിലോട്ട് വലിച്ചു കയറി ഇട്ടവർ ഇവരല്ലേ. അപ്പം ഉറപ്പായിട്ടും ഇവർ തെറ്റുകാർ മനസ്സിലാക്കി. ഈ ദിയാസനയുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം വെച്ചാൽ തെറ്റുകാരി അല്ലെങ്കിൽ അവളെ കൊണ്ട് ചെക്ക് ചെയ്യട്ടെ. അവൾ ഇങ്ങനെ കാര്യം ചെയ്തിട്ട്, കാരണം അവിടെയുള്ള കൊച്ചു പിള്ളേർക്ക് പോലും സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിയിക്കാം. പിന്നെ ആൻമേരിയുടെ കാര്യം തെളിവ് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ചേട്ടാ ഞാൻ തെളിവ് സഹിതം കൊടുത്തരാം. ആൻമേരിയുടെ അവൾക്ക് ഭീഷണിപ്പെടുത്തുന്നതും അയാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് അല്ലാത്ത രീതിയിൽ ഇപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അക്കൗണ്ട് വരുന്നുണ്ട്. പുള്ളിക്കാരി തിരക്കണം, പോലീസ് സ്റ്റേഷനിൽ തിരക്കണം ഇതൊക്കെ. കാരണം പുള്ളിക്കാരിക്ക് എങ്ങനെ വരുമാനം വരുന്നതും ഇല്ലീഗലായിട്ട് എമൗണ്ട് എവിടെ വരുന്നുള്ള കാര്യങ്ങൾ തെളിയിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ അലിഗേഷൻ വന്ന് ഞാൻ ഈ പറഞ്ഞത് എന്നെ എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ വരാം, ഞാൻ കൂടെ ഞാനും കൂടെ ചെക്ക് ചെയ്യാം. ഇനി എൻ്റെ വീട്ടിൽ നടന്നപ്പോൾ എന്നെ കൂടെ ചെക്ക് ചെയ്യണമല്ലോ, ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഉറപ്പായിട്ട് ഞാൻ നിൽക്കാതെ. അപ്പോൾ ഇങ്ങനെയുള്ള അലിഗേഷൻ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ ഇല്ലായ്മ. പിന്നെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞത് ഈ വീഡിയോ ഇടണമെങ്കിൽ 60 ലക്ഷം ഞങ്ങൾ തന്നെ ഞങ്ങൾ ഇടത്തില്ല എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അല്ല, ഞങ്ങളടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ഫിറോസ്, ഇതിനകത്ത് ഫിറോസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഫിറോസ് എന്തിനാണ് ഈ വീഡിയോ ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഫിറോസിനെ ചോദിക്കാൻ പോയിട്ടില്ല. ഇത് ആക്ച്വലി ഫിറോസിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മേബി ഞാൻ മുഖ്യമന്ത്രി കണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ദിയാസനയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നാറിയിരിക്കുന്നത് ഇയാൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് ചേട്ടാ, ഞാൻ ഈ കുഞ്ഞിനെ, അയാൾ മോൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മോൻ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇവൻ അത്ര നല്ലതാണെങ്കിൽ വല്ലപ്പോഴും ഇവനെ കുഞ്ഞിനെ വിളിച്ചോണ്ടോ, ഈ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഇവന് ഇതിട്ടുണ്ടായിരുന്നു. എൻ്റെ മാനസികാവസ്ഥ ഞാനിത് വന്നപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഉമ്മയും ഞാനും എല്ലാം കൂടെ ഞങ്ങൾ പറഞ്ഞതാ വിഷം മേടിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം അത്രയും വൃത്തികെട്ട ഒരു അലിഗേഷൻ ഞങ്ങൾ അങ്ങ് വലിച്ചു കീറുമായിട്ടാ. ഞാൻ പേഴ്സ് നടക്കുന്നു കേട്ടോ. കുറേ ആണുങ്ങളോട് നടന്ന ഈ പറയുന്ന ലോകം ആൾക്കാർ പറയും, ഈ ചില പെണ്ണുങ്ങൾ പറയും, നീ എന്തിനാണ് അവിടെ സഹിച്ചത്, നീ അവനെ കളഞ്ഞിട്ട് വേറെ നിന്റെ ജീവിതം നോക്കി പോയിക്കൂടാതെന്ന്. ഈ മരിച്ചുപോയ ഓരോ പിള്ളേർ ഓരോ കല്യാണം കഴിഞ്ഞിട്ട് അബ്യൂസ് ചെയ്ത് പ്രശ്നങ്ങൾ ഐഡിയായി എന്ന് പറയുന്ന അവരുടെ ഒന്ന് പറയുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ പറയും, നീ എന്തിനാ അവനോട് ജീവിക്കാൻ പോയി, നീ ഒരു പെണ്ണല്ലേ, നീ അവനെ കളഞ്ഞിട്ട് നിന്റെ ജീവിതം നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നോക്കി പോയാൽ ഞാൻ തെറ്റുകാരിയായിട്ടാ. ഞാനിപ്പോൾ നേരെ തിരിച്ച് പിഴച്ച് നടന്നു കഴിഞ്ഞാൽ, അയ്യോ പാവ, അവളുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് അവൾ പിഴച്ച് നടന്ന, അവൾ പൈസ കൊണ്ട് കൊച്ചിന് ഒരാളോടെ അല്ലെങ്കിൽ ഒരാളിൽ ഒതുങ്ങി പോകുന്നത് തെറ്റാണോ ചേട്ടാ? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ അല്ലാതെ 10-15 ആണുങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുന്നില്ല ഇവളുമാരെ പോലെ, അല്ലെങ്കിൽ ഇവളുമാരെ പോലെ മറ്റേ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇവളുമാരെ പോലെ മറ്റേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ചേട്ടാ 25 ലക്ഷം രൂപയ്ക്ക് ഇന്ന് ജപ്തി ആവാൻ കിടക്കും എൻ്റെ വീട്, എൻ്റെ പേരിലുള്ള വീട്, എൻ്റെയും ഫിറോസ് ഖാൻ്റെ പേരിലുള്ളത്. ഈ ഫിറോസ് ഖാൻ അത് പറഞ്ഞപ്പോൾ ചേട്ടാ, ഫിറോസ് ഖാൻ ഇത് നേരത്തെ അറിയാം. റസൂലിൻ്റെ കാര്യങ്ങളെല്ലാം റസൂൽ നേരത്തെ അറിയാം. ഇയാൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറയാം, ഈ അയാൾ വലിയ പണക്കാരനല്ലേ, അയാളുടെ നീ 25 ലക്ഷം അത് മേടിച്ചിട്ട് അത് എൻ്റെ പേരിലോട്ട് എഴുതി തരായിരുന്നു. ഫിറോസ് ഖാൻ പറഞ്ഞതാ. അവന് നാണമില്ലായിരുന്നു അന്ന്. അന്നേ ഇവൻ അറിയാം അവൻ എന്തിനാണ് ഈ പണത്തിന് വേണ്ടിയിട്ടാണോ, ഇവന് പണം വേണോ അന്നേരം. ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഇവന് പണം വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു വൃത്തികെട്ട ഭൂലോക വൃത്തികെട്ടവനാണ്. എനിക്ക് എന്നെ വലിച്ചു കയറാനൊന്നുമില്ല. ഞാൻ ഒരാളോട് ജീവിക്കുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ഒരാളിൽ മാത്രമാണ്. പിന്നെ കുഞ്ഞിനെ ആ പണ്ട് നടന്ന ഒരു ഇൻസിഡൻറ്റ് എടുത്തിരുന്നുണ്ട്. പിന്നെ കുറേ അലിഗേഷൻ ചേട്ടാ, നല്ല മനുഷ്യരുടെ കുറേ ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ചാല് അവരവരുടെ കുഴിമാടം തോണ്ടിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു തെളിവാണിത് ഗൈസ്. കാരണം എന്താ പറയാ, റസൂൽ പൂക്കുട്ടി വേറൊരു തരത്തിൽ ഇനി വരും. അതുപോലെ ഫിറോസ്, അതുപോലെ സജനക്കുള്ള മറുപടി ആയിട്ട് വന്നോണ്ടേ നിൽക്കുന്നുണ്ട്. അതിനെ തിരിച്ചടിയായിട്ട് സജന പറഞ്ഞോണ്ടേ നിൽക്കുന്നുണ്ട്. അതുപോലെ ദിയാസനെ ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കുള്ള മറുപടി ആയിട്ട് ദിയാസനയും കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോസ് സജനക്കെതിരെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ദിയാസനന്റെ വായിന്ന് വീഴുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. കൊള്ളുന്നവരെന്തായാലും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ,
അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശം നീങ്ങുവാണ്. നിയമവശം നീ എന്ന് പറഞ്ഞാൽ എനിക്ക് നിയമവശമല്ലേ, എൻ്റെ കുറേ സാധനങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. അതെനിക്ക് എവിടെ നിന്ന് ലീക്കായെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അച്ഛൻ അയച്ചിട്ടുണ്ട്, ഷാലുവിന് അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ച് നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷേ അതൊന്നും ഞാൻ എൻ്റെ തന്തയല്ല നിങ്ങളുടെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താ നിൽക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ചൊറിയാന്ന് വെച്ചാൽ ആരാണ് മാന്താത്തത്? സൈ കേട്ട പുലി ഉല്ലും തിന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശം പോകും. പക്ഷേ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോൻ്റെ കൊല്ലും എല്ലാത്തിനും. ഒരു പച്ച അപരാധമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിനകത്ത് കൂടുതൽ സംസാരിക്കാനും മെനങ്ങാനൊന്നും വയ്യ. ഇനി എന്റെ കയ്യിൽ സജിന തന്ന എല്ലാ റെക്കോർഡ്സുകളും ഏത് യൂട്യൂബർമാരെ വിളിച്ചാലും ആൾക്കാർ ആരിതാക്കിയാലും ഞാൻ തരാം. കാരണം എനിക്ക് ഇവിടെ ഇപ്പൊ പ്രൂവ് ചെയ്യാനുള്ളത് എന്റെ ഇല്ലീഗൽ അലിഗേഷൻ എന്ന് പറയുന്ന സാധനം മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കുമ്പോൾ തോന്നുമായിരിക്കും, അയ്യോ റസൂലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചല്ലോ, ഭീഷണിപ്പെടുത്തിയല്ലോ, അങ്ങനെ റസൂലും പെട്ടതായിരിക്കും. അല്ല, റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആളുകൾ ജീവിതത്തിൽ വന്നു, അവരുടെ ജീവിതം കുളം തോണ്ടി 4 കൊല്ലമായി അയാളുമായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുമ്പോഴും 2 കൊല്ലമായിട്ടേ ഉള്ളൂ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട്. അതിന്റെ ഇടയിൽ അവൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇല്ലീഗലായിട്ടും ലീഗലി ഒരു ഹസ്ബൻഡ് നിലനിൽക്കുക തന്നെ ചെയ്തതാണ്. അപ്പോഴും ഫിറോസിക്കെ ക്ഷമിച്ചത് ഫിറോസിക്കയുടെ മകൻ ഒരാൾ അവർക്ക് ഉണ്ട്. ഫിറോസിക്കായ പലപ്പോഴായിട്ട് അവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഫിറോസിക്ക് ഇതുവരെയും പറയാത്ത കാര്യമാണ് ഈ കുട്ടിനെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, ഒരു അമ്മയായ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സാധിക്കണം നടന്നത്? ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ഫിറോസ്ഖാൻ. ഞാൻ ഇങ്ങനെ അയാളെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 15 കൊല്ലം മുമ്പ് എനിക്ക് അറിയുന്നതാണ് അയാൾ. ഈ ടോക്സിക് ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഫിറോസ്ഖാനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം പോലും കുട്ടിയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത സിറ്റുവേഷനിലാണ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫിറോസിക്കയുടെയും സജനയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് റസൂൽ പൂക്കുട്ടി വന്നത്. റസൂൽ പൂക്കുട്ടി പറയുന്ന റെക്കോർഡ്സുകളാണ് ഫിറോസിക്ക പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതായത് ഡിവോഴ്സ് വാങ്ങിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും ചെയ്തു കൊടുക്കാം, പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. ഫിറോസിക്ക ഒരുപാട് വട്ടം അവരുടെ ഫാമിലിയിൽ പോയി സംസാരിച്ചു, റിക്വസ്റ്റ് ചെയ്തു. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാ അവസാന നിമിഷം പുള്ളിയുടെ കൊച്ചിനെ കൊടുക്കാതെ പുള്ളി വന്നിരുന്ന് കൈകൂപ്പിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി. ആലോചിക്കണം അപ്പൊ എത്രമാത്രം ടോളറേറ്റിംഗ് ടോർച്ചറിംഗ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊടുക്കുന്നത് സജിനയ്ക്ക് പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഇതുപോലെ ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും മറ്റാളുകളായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന്. ഒരു സ്ത്രീക്ക് എത്ര ബന്ധം ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, പക്ഷേ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവര് എത്ര ആളുകളായി നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരുടെ കയ്യിൽ നിന്നും ഇവർ കാശ് വാങ്ങി, ലക്ഷങ്ങൾ കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവർ പേടിച്ചോടിയ കഥകൾ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇന്നലെ ഫിറോസിക്ക ഇട്ട വീഡിയോയിൽ ഒരു സ്ത്രീ വന്നെന്ന് പറയുന്നുണ്ട്. സ്ത്രീയുടെ പേര് റോഷ്നി എന്നാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളെ വീഡിയോയിൽ ഈ റോഷ്നിനെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഇവൾ സംസാരിക്കുന്നുണ്ട്. ഇവളെവിടെ ദുബായിൽ പെട്ടുപോയി ഏതോ ഒരു സ്ത്രീ കാരണം എന്ന് പറയുന്നത് ആ റോഷ്നിനെ പറയുന്നത്. റോഷ്നി വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ MDMA ഡീലിംഗ് ഉണ്ടെന്നും ഇവർ MDMA ഉപയോഗിക്കുന്ന സ്ത്രീയാണെന്നും ഇവരെ കുടഞ്ഞിട്ട പുട്ടുകണക്കിന് MDMA വരുമെന്നൊക്കെയാണ് ആരോപണം നടത്തിയിരിക്കുന്നത്. അതിന്റെ പ്രൂഫുകൾ റോഷ്നിയുടെ കയ്യിലുണ്ട്. കൺഫേം ആയിട്ട് പറയുന്നതാണ് ആ സ്ത്രീയുടെ കയ്യിൽ എല്ലാ പ്രൂഫുകളും ഉണ്ട്. ഇവര് അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയ എല്ലാ പ്രൂഫുകളും വീഡിയോ റെക്കോർഡ്സുകളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. നാളെ ഒരു കേസോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഇല്ലീഗൽ കാര്യങ്ങളാണ്. ഈ വിഷയങ്ങൾ പോലും ഞാൻ ഇതിലിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സജിനയും അതുപോലെ റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള എന്താ പറയുക അവിഹിത ബന്ധം ഏകദേശം ആൾക്കാർ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്രാണിയിലാണോ ഇവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതൊരു തോന്നൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചല്ല ചർച്ച. ഇപ്പോൾ അവരുടെ യൂസ് ചെയ്ത MDMA കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. ദിയാസനെ ആയിക്കോട്ടെ അതുപോലെ സജിന ആയിക്കോട്ടെ മാറി മാറി അലിഗേഷൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ കണ്ടറിഞ്ഞ് തന്നെ ഇരിക്കണം എന്താവോ എന്തോ. കാരണം സ്വന്തം പല്ലിക്കുത്തി നാറ്റിക്കുമ്പോഴാണ് ഇവർ 4 പേരും കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതിലുള്ള നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.